ബോഡി ഷേമിങ്ങിനെതിരെ പ്രതികരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയറിയാമോ? കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയി. അവിടെ കംസന്റെ കൊട്ടാരത്തിൽ കളഭവും കൊണ്ടുപോകുന്ന കൂനിക്കൂനി നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവളെ എല്ലാവരും കൂനി കൂനി എന്ന് വിളിക്കുന്നു. അവളുടെ പേരാണ് കുബ്ജ. കളഭം കണ്ടപ്പോൾ കൃഷ്ണന് കളഭം തൊടാനൊരു മോഹം. എല്ലാവരും കൂനി കൂനി എന്ന് കളിയാക്കുന്നു. കാരണം അവൾ നടക്കുമ്പോൾ വളഞ്ഞിട്ടാണ്. എല്ലാവരും കൂനി കൂനി എന്ന് വിളിക്കുമ്പോൾ ഒരാൾ മാത്രം അവളെ ഉറക്കെ ഹേയ് സുന്ദരി എന്ന് വിളിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളെ ഒരാൾ സുന്ദരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. മഞ്ഞ പട്ടുടുത്ത് മയിൽപ്പീലി ചൂടി അതാ മുന്നിൽ നിൽക്കുന്നു കൃഷ്ണ ഭഗവാൻ. എൻ്റെ സുന്ദരി, എനിക്ക് കുറച്ച് കളഭം തരുമോ? കൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, സുന്ദര, എൻ്റെ കയ്യിലെ കളഭം മുഴുവൻ നിനക്കാണ്, ഇതാ എടുത്തോളൂ. ഭഗവാൻ അവളുടെ കയ്യിൽ നിന്നും ആ കളഭം വാങ്ങിയിട്ട് നല്ലൊരു ഗോപിക്കുറി അങ്ങ് തൊട്ടു. കൂടെ വന്ന ബലരാമനും തൊട്ടു കൊടുത്തു. ഭഗവാന് ഇങ്ങോട്ടെന്തെങ്കിലും വാങ്ങിയാൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കുന്ന ശീലമുണ്ട്, അല്ലാതെ തിരിച്ചു പോകില്ല. കൃഷ്ണൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അവളുടെ കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അവളുടെ താടിക്കൊരു തട്ട് കൊടുത്തു. ഇത്രയും നാൾ കൂനി എന്ന് വിളിച്ച് കളിയാക്കിയവർ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. കൂനിയായി നടന്നവൾ സൗന്ദര്യമുള്ള, ആരും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന അത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. മുൻപൊന്നും ഇത്രയും സൗന്ദര്യം ആർക്കും കണ്ടിട്ടില്ല. ആ സ്ത്രീക്ക് അത്രയും ഭംഗിയുള്ള ഒരു രൂപം ഭഗവാൻ കൊടുത്തു. നമ്മൾ ഒരിക്കലും ഒരാളുടെ വൈകല്യത്തെ കളിയാക്കരുത്. അങ്ങനെ കളിയാക്കുന്നവരുടെ കൂടെ ഭഗവാൻ ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാവരും തുല്യരാണ്. ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാകും. എന്തുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല.